ഹലോ ഗൈസ്, ഗൗരി ശങ്കരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗൗരി ആദർശേട്ടൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നന്ദിനി അമ്മേനൊക്കെ ആശ്വസിപ്പിച്ച് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ നൽകുകയാണ്. ആദർശേട്ടൻ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന മഹാദേവന് ദേഷ്യം വരികയാണ്. പുള്ളി നമ്മുടെ പ്രൊഫസറിനോട് പറയുകയാണ്, നിങ്ങളൊരാളാണ് ഇതിനെല്ലാത്തിനും കാരണം. ഞാൻ മരുമോനെ ഇപ്പോൾ വേറെ ഹോസ്പിറ്റലിലോട്ട് മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊരാളാണ് സമ്മതിക്കാത്തതെന്ന് പറഞ്ഞ് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ട് ആദർശ് ദേഷ്യപ്പെടുകയാണ്. അത് കേട്ട് മഹാദേവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. കുറച്ച് കഴിയുമ്പം ഗൗരിയും ശങ്കരും അവിടെ നിന്ന് പയ്യെ ഇറങ്ങുകയാണ്. ഗൗരിയുടെ ഒരു മാല ഊരി നന്ദിനി അമ്മയുടെ കൊടുത്തിട്ട് പറയും, ഇപ്പോൾ ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്ന്. എന്നിട്ട് രാത്രി ഗൗരി ഇങ്ങനെ ഉറങ്ങാതിരുന്ന ആദർശേട്ടനെ പറ്റി ചിന്തിക്കുന്ന കാണുമ്പം ശങ്കർ പറയുകയാണ്, കുഴപ്പമില്ല, ആദർശേട്ടനെല്ലാം ഓക്കെ ആകും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. ഗൗരി ഇങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യം പ്രൊഫസറിന് അത്രത്തോളം പറ്റില്ല ഇനി മുമ്പോട്ട് ആദർശേട്ടൻ്റെ ചിലവുകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശങ്കർ പറയുകയാണ്, അത് സാരമില്ല, നമ്മുടെ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ സഹായിക്കുമല്ലോ. ഇത് കേട്ട ഗൗരി അത് ദേഷ്യം വരികയാണ്. കാരണം മഹാദേവൻ്റെ സ്വഭാവം അറിയാവുന്ന ഗൗരി ദേഷ്യപ്പെട്ട് പറയുമ്പോൾ ഇത് കേട്ട് ശങ്കറിന് വിഷമാവുകയാണ്. ശങ്കർ കിടന്നുറങ്ങുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കഴിയുകയാണ്. പിറ്റേ ദിവസം കാണിക്കുന്നത് ശങ്കർ മഹാദേവൻ സോപാനം പാടുന്നത് ഗംഗ ഗൗരിയെ കൊണ്ട് കാണിക്കുമ്പോൾ ഗൗരിക്ക് ദേഷ്യം വന്നെങ്കിലും അമ്പലത്തിൽ വെച്ച് ശങ്കറിനെ അറിയാത്ത പോലെ തിരുമലയുടെ ഒക്കെ മുമ്പിൽ വെച്ച് ഗൗരി ആക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ശങ്കർ മഹാദേവൻ നമ്മുടെ ഗംഗയോട് ചോദിക്കണം, നിനക്ക് എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ, എന്തിനാ ഇതിപ്പോൾ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും അതൊരു തമാശ പോലെ തന്നെയാണ് എടുക്കുന്നത്. ഗൗരി എന്നിട്ട് ശങ്കറിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ ശങ്കർ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിച്ച വ്യക്തിയല്ലേ, എന്നോട് എന്താ ശങ്കർ ഇത് പറയാത്തതെന്ന് ചോദിച്ച് അവരിങ്ങനെ ശ്രീകോവിലിൽ അവിടെ നിൽക്കുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത്.